കേരളത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെറുകിട സംരംഭം എന്ന രീതിയിൽ കോഴി ബിസിനസ്സിനെ ഇപ്പോഴും ആശ്രയിക്കുന്നവർ തെല്ലും കുറവല്ല. കാരണം ഇറച്ചി ആവശ്യം എന്നത് മറ്റുള്ള ഇറച്ചികളെ അപേക്ഷിച്ച് കോഴി ഇറച്ചിക്ക് ഡിമാൻഡ് ഇപ്പോഴും വളരെ ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. പന്നി ഇറച്ചിയോ മുയലിറച്ചിയോ ബീഫോ അങ്ങനെയുള്ള ഇറച്ചികളെക്കാളും മലയാളി ഇഷ്ടപ്പെടുന്നത് ചിക്കൻ തന്നെയാണ് എന്നുള്ളത് ചിക്കൻ ബിസിനസ്സിലേക്ക് കടക്കുന്നതിനുള്ള ഒരു നല്ല പ്രചോദനമായിട്ടാണ് കാണാൻ സാധിക്കുക. ഇനി ഇതിന് വേണ്ടി വരുന്ന തുടക്കം എന്ന നിലയ്ക്ക് പറയേണ്ട കാര്യങ്ങളുണ്ട്. സ്ഥലം, അയൽവാസികളുടെ ശല്യമോ അയൽവാസികളുടെ കംപ്ലൈൻറ്റോ ഒന്നും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലുള്ള ഒരു സ്ഥലം 1. 2 കൂട്. 3 ഇതിന് വേണ്ടുന്ന വെള്ളം, വെളിച്ചം. ഇത്രയൊക്കെ സംഘടിപ്പിക്കാമെന്നുണ്ടെങ്കിൽ ഒരു ബാങ്ക് ലോണിന് വേണ്ടി ശ്രമിക്കാം. ബാങ്ക് ലോൺ എന്ന് പറഞ്ഞത് ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ കൈവശമുള്ള പൈസ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം. അല്ല, ഇതിന് വേണ്ടുന്ന ബാങ്ക് ലോൺ ആണെങ്കിൽ അതിനുവേണ്ടി സമീപിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് എവിടെയൊക്കെയാണെന്ന് പറയാം. നബാർഡ്, റൂറൽ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, ഗ്രാമീൺ ബാങ്ക്സ്, കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, ഇവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ഇതിനു വേണ്ടി സമീപിക്കാൻ സാധിക്കുന്ന ബാങ്കുകൾ. ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ, ഈ ലോണുകളെയും ഇതിനെ വളർത്തുന്നതിൻ്റെ സാധ്യതകളെയും മറ്റുള്ള കാര്യങ്ങൾ അറിയാൻ അടുത്തുള്ള അഗ്രികൾച്ചർ ഓഫീസുമായി ബന്ധപ്പെടുക. ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഈ കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ അഗ്രികൾച്ചർ ഓഫീസർ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇനി ഒരു കോഴിക്ക്, ഇറച്ചിക്കോഴിക്ക് എത്ര സ്ഥലം വേണം നിൽക്കാനായിട്ട്? അതായത് 3 സ്ക്വയർ ഫീറ്റ് വേണം ഒരു ബ്രോയിലർ ചിക്കൻ. കാരണം ഇത് അധികം നടക്കുകയൊന്നുമില്ല. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അവിടെ തന്നെ കിടക്കുക എന്നുള്ളതായിരിക്കും ഈ കോഴിയുടെ ശീലം. പിന്നെ ഇത്രയെല്ലാം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ സ്ഥലം പറഞ്ഞു, ലോണിൻ്റെ കാര്യം പറഞ്ഞു, കോഴിക്ക് വേണ്ടുന്ന സ്ഥലം ഇത്രയും പറഞ്ഞു. ഇനി അടുത്ത് വളർത്താനുള്ള കൂട് എന്ന് പറയുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. താഴെ ഒരു ഹോളോ ബ്രിക്സിൻ്റെയോ ഫുൾ ബ്രിക്സിൻ്റെയോ കല്ലുകൊണ്ട് കെട്ടാം. അതിനായിട്ട് താഴെ ഫൗണ്ടേഷൻ, വളരെ ചെറിയ രീതിയിൽ കരിങ്കല്ലുകൊണ്ട് കെട്ടിയെടുക്കാവുന്ന ഫൗണ്ടേഷൻ, അതിന് നിൽക്കാനായിട്ട് തൂണ്, കോൺക്രീറ്റിൻ്റെ തൂണുകളാണെങ്കിൽ ചെതൽ പിടിക്കില്ല, ചെതലിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കണ്ട. മേൽക്കൂര, ടാർപോളിൻ, സിൽപോളിൻ ഷീറ്റുകൾ ഉപയോഗിക്കാം. ചൂട് കുറയ്ക്കുന്നതിനായിട്ട് എൻ്റെ താഴെ ഓല, തെങ്ങിൻ്റെ പട്ട എൻ്റെ താഴെ ഉപയോഗിക്കാം, മേലെ അതുപോലെ. അപ്പോൾ ചൂട് കുറഞ്ഞു നിൽക്കും. ഇറച്ചിക്കോഴിയുടെ നല്ല ശരിയായ സുഗമമായ വളർച്ചയ്ക്ക് വായുസഞ്ചാരം വളരെ അത്യാവശ്യമാണ്. ഇത്രയുമായി. ഇനി കുഞ്ഞുങ്ങൾ എവിടെ നിന്ന് ലഭിക്കുമെന്ന്, കുഞ്ഞുങ്ങൾ ലഭിക്കുന്ന സെൻറ്റർ കൂടെ പറയാം. 1 വെങ്കടേശ്വര ഹാച്ചറീസ്, പിന്നൊന്ന് വെൻകോബ് ഹാച്ചറീസ്, പിന്നൊന്ന് സുക്ണ ഹാച്ചറീസ്. ചിക്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഈ നല്ല മേൽത്തരം കമ്പനികളിൽ നിന്ന് വിശ്വസ്തയോടുകൂടെ വാങ്ങിക്കാൻ പറ്റിയ സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ചിക്സ് മേടിക്കുക. ചിക്സിൻ്റെ വില ഓരോ ദിവസത്തെയും വില ആയിരിക്കില്ല ഒരാഴ്ച കഴിഞ്ഞ്. കാരണം ഒരു ദിവസം 13 രൂപയ്ക്ക് കിട്ടുന്ന അടുത്ത ദിവസം ചിലപ്പോൾ അതിൻ്റെ വില മാറാം, 28 ആവാം, 20 ആവാം. വിലയിൽ വ്യത്യാസം ഓരോ ദിവസം. ഒരു ദിവസം പ്രായമായ വാക്സിനേഷൻ എടുത്ത കോഴിക്കുഞ്ഞിൻ്റെ വിലയാണ് പറഞ്ഞത്. ഇനി ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ കാര്യമായി. ഇനി തറയിൽ വിരിക്കാവുന്ന പൊടി, തറയിൽ വിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കോഴി വാങ്ങി നമ്മൾ ഫാമിൽ വിട്ടതിന് ശേഷം അത് വളർന്ന് വലുതാകുന്നത് വരെ ഈ ലിറ്ററിൽ തന്നെയാണ് നിൽക്കുക. അതിനെ ലിറ്റർ എന്നാണ് പറയുക. ലിറ്ററിൻ്റെ പൊടി എന്ന് പറയുന്നത് മരത്തിൻ്റെ അറക്കപ്പൊടി, അതല്ല എന്നുണ്ടെങ്കിൽ ഉമി, ഏതാണോ നിങ്ങളുടെ സമീപത്ത് നിങ്ങൾക്ക് ഏറ്റവും യഥേഷ്ടം വില കുറഞ്ഞ രീതിയിൽ ലഭിക്കുക. 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 ഇഞ്ച് കനത്തിലാണ് ലിറ്റർ വിരിക്കേണ്ടതായിട്ട് വരിക. കാരണം ഈ കാഷ്ടം നാറ്റം വളരെ വമിക്കാതിരിക്കാനും എല്ലാമായിട്ടാണ് നമ്മൾ ഈ ലിറ്റർ ഉപയോഗിക്കുന്നത്. ഇനി തീറ്റ 2 രീതിയിലുള്ള തീറ്റയുണ്ട്. ആദ്യത്തെ 15 ദിവസം ഒരു തരത്തിലുള്ള തീറ്റയും 15 മുതൽ അടുത്ത 45 ദിവസം വരെ, അതായത് നമ്മൾ വിൽക്കുന്നത് വരെ അടുത്ത തീറ്റയും. ആദ്യത്തെ തീറ്റയെ നമ്മൾ പറയുക സ്റ്റാർട്ടർ എന്നാണ് പറയുക.
സ്റ്റാർട്ടർ എന്ന് പറയുന്നത് പൊടി രൂപത്തിലുള്ള കുഞ്ഞുങ്ങളായ കോഴികൾക്ക് നമ്മൾ കണക്കാക്കിയിട്ടുള്ള തീറ്റയാണ്. ഇനി അടുത്ത് ഫിനിഷർ, അതിനെ പെല്ലറ്റ് രീതിയിലുള്ള ചെറിയ പെല്ലറ്റ് രീതിയിലുള്ള തീറ്റ. ഇതാണ് 2 തരത്തിലുള്ള തീറ്റ. തീറ്റകൾ വാങ്ങുന്നത് ബൾക്കായിട്ട് തന്നെ വാങ്ങിച്ച് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരാഴ്ചയ്ക്ക് ആവശ്യമുള്ള തീറ്റകളായിട്ട് എടുക്കാം. വെള്ളം ഓരോ പ്രാവശ്യവും പോയിട്ട് നമ്മൾ വളർത്തുന്ന കോഴികൾക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ടാങ്കിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്ലംബിംഗ് അറിയാവുന്ന ആളെക്കൊണ്ട് ഓരോ കോഴിയുടെ മുമ്പിലേക്ക് വെള്ളം എത്തുന്ന തരത്തിലുള്ള പാത്രങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അങ്ങനെ വെള്ളം ക്രമീകരിക്കാം. തീറ്റ നമുക്ക് ഓരോ പ്രാവശ്യം 5 കിലോ തീറ്റ ഓരോ തീറ്റ പാത്രങ്ങളിൽ നിക്ഷേപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള തീറ്റ പാത്രങ്ങൾ അവൈലബിൾ ആണ്. അത് മേടിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യക്ഷമമായിട്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. പിന്നെ വയ്ക്കുന്ന ആൾക്കാർ നന്നായിട്ട് ജോലി ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന, അല്ലെങ്കിൽ നല്ല ആത്മാർത്ഥമുള്ള ആളെ വയ്ക്കുക. കാരണം വേറെ എന്തെങ്കിലും ചീത്ത സ്വഭാവമുള്ള ആൾക്കാരെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നന്നായി നോക്കിക്കൊള്ളണമെന്നൊന്നുമില്ല. പിന്നെ ഈ തീറ്റ കൊടുക്കുന്ന, ഇപ്പോൾ 100 കോഴിയെ വളർത്തുന്നതാണെങ്കിലും ഒരു 5000 കോഴിയെ വളർത്തുന്നതാണെങ്കിലും ഒരാളുടെ മേൽനോട്ടേ ആവശ്യമുള്ളൂ. കാരണം അപ്പോൾ ഒരാളെ ജോലിക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ പരമാവധി കോഴികളെ വളർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിൽ തീറ്റ ഓരോ പ്രാവശ്യം ഓരോ പാത്രങ്ങളിൽ ഇട്ട് കൊടുക്കുക, വെള്ളത്തിൻ്റെ പാത്രം ഓരോ ദിവസവും കഴുകിയിട്ട് വെള്ളം തനിയെ തന്നെ ഫീഡാവും. അപ്പോൾ കൊണ്ടൊഴിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. അപ്പോൾ തീറ്റ എടുത്തുകൊണ്ട് ഇടുക, കോഴികളെ വയ്യാതുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക, നിരീക്ഷിക്കുക. ഇതൊക്കെയാണ് ജോലിക്കാരന് വേണ്ടി വരുന്ന ജോലികൾ. ഏറ്റവും അവസാനത്തതും എന്നാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വിൽപ്പന എന്നുള്ളത് സമയങ്ങളിൽ കാലാകാലത്തിനനുസരിച്ച് ഓരോ സീസൺ അനുസരിച്ച് വില മാറും. അപ്പോൾ നമുക്കിത് വിൽപ്പന ഒരു തടസ്സമാവരുത് ഒരിക്കലും. അടുത്തുള്ള കല്യാണ മണ്ഡപങ്ങൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ തുടങ്ങിയവ നമുക്കിതിനു വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതേ ഉള്ളൂ. അവരുമായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചൊരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൽപ്പനയും വളരെ ബുദ്ധിമുട്ടാവുന്ന കാര്യമല്ല. കേരളത്തിലേക്ക് വളരെ വലിയ അളവിലാണ് കേരളത്തിന് പുറത്തു നിന്ന് കോഴി വരുന്നത്. കാരണം പുറത്ത് തീറ്റയ്ക്ക് ഇത്ര വിലയില്ല എന്നുള്ളതൊരു കാരണമാവാം. തീറ്റയുടെ ഉൽപ്പാദന ചെലവ് ഇത്രയില്ല എന്നുള്ളതൊരു കാരണമാണ്. കേരളത്തിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന അധികം മുതൽ മുടക്കില്ലാത്ത, എന്നാൽ അല്പം ബുദ്ധിമുട്ടാൻ നമ്മളും തയ്യാറാണെങ്കിൽ ഒരു ജോലിക്കാരനെ വയ്ക്കാതെ തന്നെ വളരെ നല്ല രീതിയിലൊരു ഇൻകം ഉണ്ടാക്കാം. ഈ പറഞ്ഞ ഇത്രയും നമ്മൾ കോഴിയും തീറ്റയും ഒഴിച്ച് ബാക്കിയുള്ള വെള്ളവും കൂടും വെളിച്ചവും നമ്മൾ കൊടുക്കാമെന്നുണ്ടെങ്കിൽ, ഒരു 10,000 കോഴിയെ വളർത്താനുള്ള ഒരു ഷെഡ് ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ ഉള്ള മറ്റ് കോഴി വളർത്തി കൊടുത്താൽ വാങ്ങുന്ന തരത്തിലുള്ള ബിസിനസ്സുകാരുണ്ട്. അവരും ഇപ്പോൾ ഈ മേഖലയിൽ സജീവമാണ്. നമുക്ക് ഇങ്ങനെ കൂടൊതുക്കി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ കോഴിയെ വളർത്താനായിട്ട് തരുന്ന അനേകം പേര് ലഭ്യമാണ്. നിങ്ങൾക്ക് സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള വിവരങ്ങൾ ലഭ്യമാവും. അടുത്തുള്ള ഇറച്ചിക്കടകളിലോ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള വിവരങ്ങൾ ലഭ്യമാവും. ചെയ്തു നോക്കാം. ഇത് ഞാൻ പറഞ്ഞത് ചെറുകിട സംരംഭം എന്ന രീതിയിൽ കേരളത്തിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് ഉൾക്കൊള്ളിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. വളരെ നന്ദി.